ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി നമുക്കൊരു കാതൂത്ത് പരിപാടി നോക്കിയാലോ. അപ്പോൾ കാതൂത്ത് ഏതാണെന്ന് വെച്ചാൽ ഇത്താത്തൻ്റെ മോളെ താട്ടോ. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണാതെ. അപ്പോൾ ഇന്ന് കാതൂത്ത് പരിപാടി അതിനെക്കൊണ്ട് ഉമ്മൻ്റെ വക ബിരിയാണി ഒക്കെ ഉണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ അമ്മ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഉള്ളൂ കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് അപ്പുറത്തേക്ക് പോയപാട് ബിരിയാണി ആയിപ്പോയി. ഫുൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, പകുതിയേ ഉള്ളൂ. അപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയായി, അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ സെറ്റായി, ടേബിൾ മേലെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ അച്ചാറും തൈരും ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് സെറ്റാക്കി വെച്ച് അളിയനും എൻ്റെ ബ്രദറും ഉപ്പൻ്റെ അനിയനും വൈഫും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്ന് അതിൻ്റെ ഇടയിൽ ഇത്താത്ത മോളെ കല്യാണ പെണ്ണിനെ പോലെ ഒരുക്കി അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചതിന്. പക്ഷേ അതൊക്കെ ഇട്ടപ്പോൾ നല്ല വീർപ്പൂട്ടലും ഇതൊക്കെയും കൊണ്ടുവന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലേന്. ഇട്ടപ്പോഴാണ് ഓക്കെ ഇടങ്ങാറ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നേരെ ജ്വല്ലറിയിലേക്ക് വിട്ട് ഞങ്ങൾ ഭീമ ജ്വല്ലറി വെച്ചിട്ടാട്ടോ ഓളെ കാതുത്തുന്നത്. അപ്പോൾ ഒരാളും കൂടി വരാണ്ട് ഓലെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം. അപ്പോൾ എന്തായാലും അകത്ത് കയറിയിട്ട് ഒക്കെയുള്ള ഗോൾഡ് നോക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ ഒരു കോഫി കൊണ്ടുവരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ കൂടെ വരാനുള്ള ആളെത്തിട്ടോ. അപ്പോൾ കമ്മലൊക്കെ നോക്കി നേരെ കാതുകുത്താൻ പോയി. കാതുകുത്തുന്നത് തട്ടാനാട്ടോ, തട്ടാൻ്റെ അടുത്ത് വെച്ചിട്ടാണ് കാതുകുത്തുന്നത്. കുട്ടികൾക്ക് തോക്കത്ര സേഫ്റ്റി അല്ലാതെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതായിട്ട്, അതുകൊണ്ടാട്ടോ തട്ടാനെ കൊണ്ട് ചോദിക്കുന്നത്. കാതുകുത്തുന്ന സമയത്തായപ്പോൾ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ 2 ചോക്ലേറ്റ് എടുത്ത് ആൾ സൈലൻ്റ് ആക്കി. കണ്ണോടൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ആരും കരയുന്ന കാണാന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നോക്കി ഒരു ചായക്കടയിൽ നിർത്തി കോഫിയും പോക്കറ്റ് ഷവർമയാട്ടോ കഴിച്ചത്. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.